ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ അവതരിപ്പിക്കുന്നത് വാരഫലമാകുന്നു. ഈ വാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1199 കർക്കിടക മാസം 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെയുള്ള, അതായത് 2024 ആഗസ്റ്റ് 1 മുതൽ 7-ാം തീയതി വരെയുള്ള, വ്യാഴാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു. നമുക്ക് വാരഫലം പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണാറുണ്ട്, അഭിപ്രായം അറിയിക്കാറുണ്ട്. പരമാവധി നീതി പുലർത്താൻ ഡോക്ടർ മാരാർജി ടീം ശ്രദ്ധിക്കുന്നുണ്ട്. അപാകതകൾ വന്നേക്കാം, മനുഷ്യനല്ലേ, നിങ്ങൾ ക്ഷമിക്കുക. പലരും ക്രൂരമായ കമൻസ് ഇടാറുണ്ട്, ചിലർ വളരെ സ്നേഹത്തോടു കൂടിയുള്ള കമൻസ് ഇടാറുണ്ട്. എന്തിനേയും നാം സ്വാഗതം ചെയ്യുന്നു. സന്ത പരീക്ഷ അന്യതര ഭജന്തെ എന്നാണ്. പരീക്ഷിച്ചിട്ട് നിങ്ങൾ നല്ലതിനെ തിരഞ്ഞെടുക്കുക. യൂട്യൂബിൽ 100 കണക്കിന് അല്ലെങ്കിൽ 500-ലധികം പേർ വാരഫലങ്ങൾ പറയുന്നുണ്ട് പല ഭാഷകളിലും. അപാകതകൾ വന്നേക്കാം. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ വാരഫലം അല്ലെങ്കിൽ ജ്യോതിഷം പറയുമ്പോൾ ഇത്ര ഡിഫറൻസുകൾ, ഇത്രയധികം വ്യത്യസ്തതകൾ വരുന്നത് എന്ന്. പലപ്പോഴും ആ വ്യാഖ്യാനത്തിൻ്റെ മാറ്റങ്ങളായിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. നാം പരമാവധി ചെയ്യുന്ന പ്രവൃത്തിയോട് നീതി പുലർത്താൻ ശ്രമിച്ചാൽ അവിടെ ജ്യോതിഷിക്കും ഗുണഭോക്താക്കളായ പ്രേക്ഷകർക്കും അതിൻ്റെ ശുഭങ്ങൾ ലഭിക്കുന്നു. പരോപകാര പുണ്യായ പാപായ പരപീഡനം എന്ന്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് പുണ്യവും അപകാരം ഉപദ്രവം ചെയ്യുന്നത് പാപവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ വാരഫലം ചർച്ച ചെയ്യുന്നത് മകരം, കുംഭം, മീനം രാശിക്കാരെ പറ്റിയാണ്. ആദ്യമായി മകരൻ രാശി. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന രാശിയാകുന്നു. ഇവിടെ മകരൻ രാശിക്കാർക്ക് പ്രായണ 2-ൽ ശനി, 3-ൽ രാഹു, 5-ൽ ചൊവ്വ വ്യാഴം, 6-ൽ ചന്ദ്രൻ, 7-ൽ സൂര്യൻ, അഷ്ടമത്തിൽ ബുധശുക്രന്മാർ, 9-ാം ഭാവത്തിൽ കേതു, മാന്തി. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. രാശ്യധിപനായ ശനി ബലവാനായി 2-ൽ നിൽക്കുന്നു, ദോഷമില്ല. 5-ാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവുമുണ്ട്, അതും ദോഷമില്ല. പഠന സംബന്ധമായ വിഷയങ്ങൾ അതിബുദ്ധി പ്രയോഗിക്കേണ്ട സമയമാണ്. പലപ്പോഴും ഗവേഷകർക്ക് ഡോക്ടറേറ്റ് കിട്ടാനുതകുന്ന ഏറ്റവും നല്ല വാരമാണ്. പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് സർക്കാരിൻ്റെ ധനസഹായം ലഭിക്കുന്നു. പ്രത്യേകിച്ച് വളരെയധികം ശ്രദ്ധിക്കണം. പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ധനം ലഭിക്കുവാൻ, അവർക്ക് അംഗീകാരം ലഭിക്കുവാനുള്ള വാരമാകും. അതിനാൽ സ്റ്റാർട്ടപ്പ് കമ്പനിയുള്ള ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കൂ. പ്രത്യേകിച്ച് ആ സ്റ്റാർട്ടപ്പിൽ തന്നെ മെഡിക്കലുമായി ബന്ധപ്പെടുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് പ്രാമുഖ്യം കൊടുക്കും. നിങ്ങളുടെ പ്രതിഭയെ അംഗീകരിക്കും അവർ. നന്നായി ശ്രദ്ധിക്കുക. വീട് വിട്ട് ദൂരത്തേക്ക് പോകേണ്ടി വരും. പലപ്പോഴും തൻ്റെ കർമ്മ മേഖലയുമായി, പഠനവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്ന അവസ്ഥ വരും. പലപ്പോഴും വീട് മാറി നിൽക്കാത്തവർക്ക് ഈ ഒരു വാരം അതിൻ്റെ ടെൻഷൻ ഭയങ്കരമായിട്ട് വരും. ഷുഗർ പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം. കണ്ണുകൾക്ക് കാഴ്ച സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും. ഷുഗർ ലെവൽ വളരെ കൂടുന്ന വാരവുമാണ്. പലപ്പോഴും സ്നേഹം ദുഃഖത്തിൽ കലാശിക്കുന്ന വാരമാകുന്നു. വളരെയധികം ശ്രദ്ധിക്കണം. പാർട്ട്ണർഷിപ്പുകാർ വളരെയധികം ശ്രദ്ധിക്കുക. രേഖയില്ലാതെ ഒരു കാശും പുറത്തു കൊടുക്കരുത്. തൻ്റെ ഒരു വിലപ്പെട്ട സമയവും രേഖയില്ലാത്തത് കാരണം നഷ്ടപ്പെടാൻ പാടില്ല. സ്വർണം, വെള്ളി, യുക്തിദ്രവ്യങ്ങളായ കൂട്ടുചേർന്ന വസ്തുക്കളൊക്കെ വളരെ ശ്രദ്ധിക്കുക. നഷ്ടപ്പെടും. ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് നഷ്ടപ്പെടും. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. തൻ്റെ ബാഗും കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം നീങ്ങുക. ഓർമ്മപ്പിശക് വരും. അതിനാൽ അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കരുത്. താക്കോൽ വീട്ടിൽ എടുത്ത സ്ഥലത്ത് തന്നെ വെക്കുക. ബാഗ് ഒരു സ്ഥലത്ത് വെച്ചാൽ ഞാൻ ഇവിടെ വെച്ചു എന്ന് നല്ല ബോധത്തോടു കൂടി പ്രവർത്തിക്കുക. ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ മകരൻ രാശിക്കാർക്ക് മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഭാര്യ ശത്രുവായി വരുന്ന വാരമാണ്. കളത്രേശൻ അരോ നിന്നാൽ കളത്രം ശത്രുവായി വരും. മകരൻ രാശിക്കാർക്ക് 7-ാം ഭാവം വിവാഹം ചിന്തിക്കേണ്ടുന്ന ഭാവപതി ചന്ദ്രനാണ്.
അയാൾ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു. 7-ൽ നിൽക്കുന്ന സൂര്യൻ എങ്ങനെയാണ്? സ്ത്രീബിർഗത പരിഭവം, ഭാര്യയ്ക്ക് പരിഭവം വരും. അതിനാൽ ഭാര്യയുമായി അകന്നു നിൽക്കേണ്ട ഭാരമാകുന്നു. ജോലി സംബന്ധമായ വിഷയത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ 2 ആഴ്ച ആഗസ്റ്റ് 16 വരെ മാറി നിന്നാലും നമുക്ക് വളരെയധികം മാനസികമായ സ്വസ്ഥത കിട്ടും. ഭാര്യയ്ക്ക് കർക്കിടക മാസത്തിൽ നല്ല സുഖചികിത്സ കൊടുക്കണം. ശാരീരികമായി ഭാര്യയെ ഫിസിക്കലായി നാം ഉപയോഗിക്കേണ്ടുന്ന വാരമല്ല ഈ കർക്കിടക മാസം. അവർക്ക് നല്ല പ്രസവ ശുശ്രൂഷയാണ് അവർക്ക് വേണ്ടത്. അവരവരെ വീട്ടിൽ പറഞ്ഞേക്കുക. ഉത്തമമായ കർക്കിടക മാസം മരുന്നുകളൊക്കെ കൊടുത്ത് 1 വർഷത്തേക്ക് അവർക്ക് തൻ്റെ ശരീരത്തെ സംരക്ഷിക്കുവാനുള്ള ഒരു അന്തരീക്ഷം ഭർത്താക്കന്മാർ ചെയ്തേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ ഭാര്യ രോഗിണിയാവും. അതിനാൽ ശ്രദ്ധിക്കുക. കടുംവാശി പാടില്ല. അവർ കുറച്ച് ദിവസം അവരെ വീട്ടിൽ പോയി നിന്നാലും അത് മനസ്സുഖത്തോടുകൂടി സമ്മതത്തോടുകൂടി അവരെ പൂർണ്ണ മനസ്സോടുകൂടി അവരെ പറഞ്ഞയക്കുക. അത് നിങ്ങൾക്ക് ഗുണമായി വരും ഭാവിയിൽ അവരുടെ ആരോഗ്യ വിഷയം. ഇന്ന് ഭാര്യയ്ക്ക് ധാരാളം രോഗങ്ങൾ വരേണ്ടുന്ന സമയമാണ്. നമ്മളെ അശ്രദ്ധമായ പ്രവർത്തനങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകാതിരിക്കട്ടെ. ഒരു ഐകമത്യം ശിവക്ഷേത്രത്തിൽ ചെയ്യണം ദമ്പതികൾ. ശിവപാർവതി ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജയായാലും അതേ രീതിയിൽ ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന പെൺകുട്ടിക്ക് അവളുടെ പേരിൽ അല്ലെങ്കിൽ ഭർത്താവിന് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉമാമഹേശ്വര പൂജ ചെയ്ത് ചെറിയ ചെറിയ ദാമ്പത്യത്തിലുള്ള പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാനുള്ള കർമ്മ പദ്ധതികൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ തയ്യാറാക്കുക. ശത്രുദോഷം ധാരാളം വരുന്ന സമയമാണ്. നിർബന്ധമായും കർമ്മമേഖലയിലെ ശത്രുക്കളെ നമുക്ക് ഉന്മൂലനം ചെയ്യണം. അതിനാൽ കർമ്മമുട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക, ശത്രു സംഹാര പൂജ ചെയ്യുക. ഇത് രണ്ടും നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. പല്ല് രോഗം, ദന്തരോഗത്തിന് ചികിത്സ ചെയ്യേണ്ടി വരും. റൂട്ട് കനാൽ ചെയ്യേണ്ടുന്ന സമയമാണ്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഭാരങ്ങൾ യൂറിക് ആസിഡിൻ്റെ പ്രയാസം വളരെയധികം വരും. അതിനാൽ യൂറിക് ആസിഡ് ഉണ്ടാകുന്ന കടലവർഗ്ഗങ്ങൾ ഉപേക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എഴുത്തുകാർക്ക് ഞാൻ പറഞ്ഞു വളരെ നല്ലതാണ്. മെഡിസിൻ സ്റ്റുഡൻസിന് വളരെ നല്ലതാണ്. ദോഷപരിഹാരം ഞാൻ സൂചിപ്പിച്ചു. അതേ രീതിയിൽ അച്ഛൻ്റെ ആരോഗ്യം വളരെ നോക്കണം. അമ്മയുടെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. മകരൻ രാശിക്കാർ തങ്ങളുടെ മാതാപിതാക്കളുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യേണ്ടതാണ്. അവർ ശാന്തരായി രോഗമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കട്ടെ. അനുകൂലമായ ദിനങ്ങൾ 1-ാം തീയതിയും 2-ാം തീയതിയും വ്യാഴം വെള്ളി തീയതികൾ. വ്യാഴാഴ്ച കാലത്ത് മകേരം നക്ഷത്രം 10:15 മണി വരെയേ ഉള്ളൂ. 9:15 മുതൽ 10:15 വരെ ശുഭകാര്യങ്ങൾ ചെയ്യാം. വെള്ളിയാഴ്ച കാലത്ത് തിരുവാതിര നക്ഷത്രമാണ്. ഒരു ശുഭകാര്യങ്ങളും നാം ചെയ്യുകയില്ല. പക്ഷേ 1:30 മുതൽ 3:15 വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. 3-ാം തീയതി പിതൃകർമ്മങ്ങൾ ചെയ്യണം, നിർബന്ധമാണ്. പിതൃകർമ്മങ്ങൾ 3-ാം തീയതി കാലത്ത് ഉദയം മുതൽ അങ്ങോട്ടേക്ക് ചെയ്യാം, ഉച്ചവരെ. 4-ാം തീയതി കർത്തഭാവാണ്. ഒരു ശുഭകാര്യങ്ങളും നാം ചെയ്യുകയില്ല. 5-ാം തീയതിയും 6-ാം തീയതിയും മകൻ നക്ഷത്രമാണ്. മകരൻ രാശിക്കാർക്ക് ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ പാടില്ല. 5, 6 തീയതികൾ. 7-ാം തീയതി പൂരം നക്ഷത്രവും ഒരു ശുഭകാര്യവും നാം ചെയ്യാറില്ല. അതിനാൽ ഈ വാരത്തിൽ എന്ത് ചെയ്യണമെങ്കിലും 1-ാം തീയതി വ്യാഴാഴ്ചയും 2-ാം തീയതി വെള്ളിയാഴ്ചയും ഞാൻ സൂചിപ്പിച്ച സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട മകരൻ രാശിക്കാർക്കും ഒരു ശോഭനമായ വാരത്തെ പ്രാർത്ഥിക്കുന്നു. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്നു. കുംഭൻ രാശിക്കാർക്ക് പ്രായണ ഈ വാരം ശുഭകരമായ വാരമാകുന്നു. ഇവിടെ രാശിയിൽ ശനി വളരെ നല്ലത്, ഒരു ശശമഹായോഗം ചെയ്ത് നിൽക്കുന്നു. 2-ൽ രാഹു, 4-ൽ ചൊവ്വ, വ്യാഴം, 5-ൽ ചന്ദ്രൻ, 6-ൽ രവി, 7-ൽ ബുധശുക്രന്മാർ മൗഢ്യമില്ലാതെ, അഷ്ടമത്തിൽ കേതു, മാന്തി. ആരോഗ്യ വിഷയം കുറച്ച് ശ്രദ്ധിക്കേണ്ട വാരമാണ്. പ്രത്യേകിച്ച് പിതാവിനെ പിണക്കാതിരിക്കുക. അച്ഛനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. കുംഭൻ രാശിക്കാർ അവരുടെ അച്ഛൻ്റെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യണം. കുംഭൻ രാശിക്കാർക്ക് ഭാര്യാസുഖം കുറയും. പ്രിയ കലഹ, 7 ശുക്രൻ വന്നാൽ ഭാര്യയുമായിട്ട് കലഹിക്കും. അതിനാൽ ദമ്പതികളുടെ പേരിൽ ഐക്യമത്യ അർച്ചന ചെയ്യണം. കുംഭൻ രാശിക്കാർ നിർബന്ധമാണ്. 7-ാം ഭാവാധിപനായ സൂര്യൻ 6-ൽ വന്നാൽ കളത്രം തൻ്റെ ഭർത്താവ് അല്ലെ ഭാര്യ തനിക്ക് ശത്രുവായിട്ട് വരും. സ്ത്രീക്കും പുരുഷനും ഇത് ബാധകമാണ്. 7-ൽ ബുധൻ വരുമ്പോൾ നല്ല പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാം. ശുക്രേ കളത്രേ സതി കാമുകസ്യ, കാമുകൻ്റെ കുപ്പായം ഇടേണ്ടുന്ന സമയമാണ് കുംഭൻ രാശിക്കാർ. പലപ്പോഴും കുംഭൻ രാശിക്കാർ മനസ്സ് തുറക്കാറില്ല.
അപ്പോൾ തനിക്ക് വല്ല പ്രയാസങ്ങളും പ്രണയമൊക്കെ വന്നാൽ തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യണം. തന്നെ ഒരു കാന്തം പിടിക്കും പോലെ സ്ത്രീകൾ വന്ന് പിടിക്കും ഈ ഒരു വാരം. വളരെ ശ്രദ്ധിക്കുക. തനിക്കത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. മനസ്സ് തുറക്കണം. സ്വകാര്യമായി നിഗൂഢമായി സ്ത്രീ സൗഹൃദം, സ്ത്രീ സമാഗമം, കാമുകി സമാഗമം ആഗ്രഹിച്ചാൽ കുംഭൻ രാശിക്കാർ ഈ വാരം അത് നേടും. അവിടെയും ശ്രദ്ധിക്കണം. അത് ഫാമിലി ലൈഫിനെ ബാധിക്കരുത്. പെട്ടെന്ന് ഭാര്യ അറിയുക, ഭാര്യ കാണുക, ഭാര്യ മനസ്സിലാക്കുക, അത് വലിയ ക്ലേശങ്ങൾ ഉണ്ടാക്കാം. വിവാഹ തീരുമാനങ്ങൾ അനുകൂലമായ വാരമാണ്. വിവാഹങ്ങളിൽ പോകാനും നല്ല സമയമാണ്. പുതിയ വിവാഹ തീരുമാനങ്ങൾ, അതിൽ തനിക്ക് കാർമ്മികത്വം വഹിക്കുവാനുള്ള യോഗം. ഈ വാരം പ്രത്യേകിച്ച് തിരുമേനിമാർക്കൊക്കെ നല്ല സമയമാണ്. പൂജകളൊക്കെ ചെയ്ത് ധാരാളം കാശ് സമ്പാദിക്കുവാനുള്ള യോഗമാകുന്നു. ശനി സ്പിരിച്വൽ പ്ലാനറ്റാകുന്നു. കർമ്മമേഖലയിൽ ഈ വാരം കുംഭൻ രാശിക്കാർക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ചൊവ്വയും വ്യാഴവും ഒന്നിച്ച് നിൽക്കുന്നു. ഭൂമി ലഭിക്കും. ഭൂമിക്ക് വേണ്ടി അഡ്വാൻസ് കൊടുക്കൂ. നമുക്ക് ചിങ്ങമാസത്തിൽ നല്ല അസ്ഥലായ സ്ഥപതിയെ കൊണ്ട് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കാം. വളരെ അനുകൂലമാണ്. സർക്കാരിൻ്റെ ലോണ് കിട്ടും. മദ്യപാന പ്രസക്തരായ ആളുകൾ ശ്രദ്ധിക്കണം. അറിയാതെ മദ്യത്തിനോടുള്ള ആസക്തി കൂടുന്ന സമയമാണ്. വിഷ അഗ്നി ശസ്ത്രേഹി മൃതിഹി എന്നാണ് പറഞ്ഞത്. ലിവർ സിറോസിസൊക്കെ കുംഭൻ രാശിക്കാർക്ക് പെട്ടെന്ന് വരും. കുംഭൻ രാശിയുടെ ചിഹ്നത്തിൻ്റെ കുടമാണ്, അത് മദ്യമാണ്. അതേ രീതിയിൽ ഹൃദയസ്പന്ദനം, ഹാർട്ട് ബീറ്റ് കൂടുന്ന സമയമാകുന്നു. വളരെ ശ്രദ്ധിക്കുക. ഇവിടെ പരിഹാരമായി രാഹു ക്ഷേത്രത്തിൽ നാഗപ്രീതി ചെയ്യുക, ആയില്യപൂജ സർപ്പബലി ചെയ്യുക. ശിവക്ഷേത്രത്തിൽ ശാരീരികമായ വിഷയത്തിന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, കൂവളമാല, ജലധാര ചെയ്യുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരു ഐക്യമത്യം ചെയ്യുന്നതും വളരെ ഗുണമാണ്. അനുകൂലമായ ദിനങ്ങൾ കുംഭൻ രാശിക്കാർക്ക് ഇവിടെ 1-ാം തീയതി 2-ാം തീയതിയും മകേരി നക്ഷത്രം 2-ാം തീയതി പുണർദം നക്ഷത്രം ഉച്ചയ്ക്ക് ശേഷം വളരെ ഗുണമാണ്. 2-ാം തീയതി വെള്ളിയാഴ്ച കാലത്തൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ 1-ാം തീയതി 9:15 മുതൽ 10:15 വരെയുള്ള സമയം വളരെ അനുകൂലമാണ്, വ്യാഴാഴ്ച. പിന്നെ 5-6 തീയതികൾ വളരെ ശുഭമാണ്. അന്ന് മകൻ നക്ഷത്രമാണ്, തിങ്കളും ചൊവ്വയും. ഏറ്റവും നല്ല സമയമാണ്. എല്ലാ ശുഭകാര്യങ്ങളും അന്ന് ചെയ്യാം. പക്ഷേ തിങ്കളാഴ്ച 5-ാം തീയതി 3:30 ശേഷം, ചൊവ്വാഴ്ച 6-ാം തീയതി മകൻ നക്ഷത്രം 5 മണി വരെ വൈകിട്ട് ശുഭകാര്യങ്ങൾക്ക് അനുകൂലമാണ്. ചൊവ്വയാണ് എന്നൊന്നും നോക്കേണ്ട. ഭദ്രകാളിക്ക് ഒരു രക്തപുഷ്പാഞ്ജലി, കടുംബായസം ചെയ്ത് നിങ്ങളെ കാര്യം ചെയ്യുക. 3:17 മുതൽ 4:47 വരെ രാഹുകാലമാണ്. അതിനാൽ ഒരു ശുഭകാര്യങ്ങളും ആ സമയത്ത് ചെയ്യാൻ പാടില്ല. 7-ാം തീയതി ബുധനാഴ്ച പൂരം നക്ഷത്രമാണ്. ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. എല്ലാ കുംഭൻ രാശിക്കാർക്കും ശോഭനമായൊരു വാരത്തെ ആശംസിക്കുന്നു. മീനൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി ചേർന്ന നക്ഷത്ര കൂട്ടമാകുന്നു മീനൻ രാശി. ഇന്ന് മീനൻ രാശിക്കാർക്ക് പ്രായണ രാശിയിൽ രാഹു, 3-ൽ ചൊവ്വ വ്യാഴം, 4-ൽ ചന്ദ്രൻ, 5-ൽ ആദിത്യൻ, 6-ാം ഭാവത്തിൽ ബുധശുക്രമാൻ, 7-ൽ കേതു, മാന്തി, 12-ാം ഭാവത്തിൽ ശനി. മീനൻ രാശിക്കാർ പ്രായണ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമാണ് ഈ ഒരു വാരം. ഇവിടെ യാത്രാപതിയായ ഗ്രഹം വളരെ ദുർബലമായി 6-ൽ നിൽക്കുന്നു. അതിനാൽ യാത്ര തടസ്സപ്പെടും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഗൃഹസമാധാനം കുറയും. 4-ാം ഭാവാധിപൻ 6-ലാണ്, ശുക്രനും 6-ലാണ്. അനാവശ്യമായ വിവാദങ്ങൾ സ്ത്രീ വിഷയത്തിൽ വരും. വളരെ ശ്രദ്ധിക്കുക. ശത്രുക്കൾ, തടസ്സങ്ങൾ, നിരോധനം ഒക്കെ വരും. പലപ്പോഴും വില്ലൻ വേഷത്തിൽ നിൽക്കുന്നത് വില്ലത്തിമാരായ സ്ത്രീകളായിരിക്കും. ജാഗ്രത പാലിക്കണം. സൗഹൃദം. വിശ്വാസോ നൈവ കർത്തവ്യോ സ്ത്രീഷു രാജകുലേഷുജ. ഒരിക്കലും സ്ത്രീകളെ വിശ്വസിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. അപഖ്യാതികൾ വരും. നല്ല വെള്ള ഷർട്ടിട്ട് നടക്കുന്ന വ്യക്തിക്ക് മഷി ഒഴിച്ചു കൊടുത്താൽ ആ ഷർട്ട് വികൃതമാവുന്നത് പോലെ തൻ്റെ മുഖം വികൃതമാകും സ്ത്രീകൾ കാരണം. ധാരാളം ശത്രുക്കൾ വരും. നിർബന്ധമായും ശത്രുദോഷ പരിഹാരം വെള്ളിയാഴ്ച കർമ്മമുട്ടി ചെയ്യണം. ഈ വാരം പെണ്ണ് കാണാനൊന്നും പോകുന്നത് അത്ര ശുഭമല്ല. ശരി, ഇനി ശുക്രൻ നീചത്തിലേക്ക് പോവുകയാണ് ആഗസ്റ്റ് 24-നൊക്കെ. അതിനാൽ പ്രത്യേകിച്ച് വിവാഹം, പെണ്ണ് കാണൽ ചടങ്ങുകളൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ചിങ്ങമാസം ഒരു പകുതിയായതിന് ശേഷം മതി. തൻ്റെ ധൈര്യം, ഊർജ്ജസ്വലത ഒക്കെ പ്രകടിപ്പിക്കാം. പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. ശാരീരികമായി ഉദരരോഗം വളരെ ശ്രദ്ധിക്കണം. 5-ൽ സൂര്യനാണ്. പിന്നീട് സന്താനങ്ങളെപ്പറ്റി മാനസികമായി അത്ര സുഖമുള്ള വാർത്തകൾ കേൾക്കില്ല. സ്കൂളിൽ നിന്നൊക്കെ മക്കൾ ബഹളം വെച്ചു, അടിപിടി കൂടി എന്നൊക്കെ പറഞ്ഞ് കംപ്ലയിൻറ്റ്സ് ധാരാളം രക്ഷിതാക്കൾക്ക് സ്കൂൾ അധികൃതരിൽ നിന്നും വരുന്ന ഭാരമാകുന്നു. അതിനാൽ ആ ഒരു വിഷയം
വളരെ ശ്രദ്ധിക്കുക. മക്കൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ക്ലേശങ്ങൾ ഇല്ലാതെ നോക്കണം. മക്കൾ നമ്മളുടെ സമ്മതമില്ലാതെ ജലാശയത്തിൽ പോയി മുങ്ങിക്കുളിക്കുവാനൊന്നും ഈ വാരം പാടില്ല. വെള്ളത്തിലൂടെ അപകടം വരുന്ന വാരമാകുന്നു. ചെറിയ കുട്ടികളൊക്കെ പല്ല് വേദന, പല്ല് രോഗത്തെ ശ്രദ്ധിക്കണം. അതേ രീതിയിൽ സ്ത്രീകൾക്ക് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളുടെ സമയമാണ്, അതും ശ്രദ്ധിക്കുക. ഇന്ന് മീനൻ രാശിക്കാർക്ക് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുകൂലമായത് ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടെ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാടുകളായി നൽകുക. അതേ രീതിയിൽ 7 ശനിയുള്ളതുകൊണ്ട് ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന ചൊല്ലി ശനീശ്വര പ്രീതി ചെയ്യുക ശനിയാഴ്ച. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ എന്ന പ്രാർത്ഥന ശത്രുദോഷത്തെ നിഗ്രഹിക്കുവാൻ വളരെ ഗുണകരമായി തീരും. അനുകൂലമായ ദിവസങ്ങൾ ആഗസ്റ്റ് 1 വ്യാഴാഴ്ച, 2 വെള്ളിയാഴ്ച വളരെ അനുകൂലമായ ദിവസങ്ങളായി എടുക്കാം. ഇവിടെ കറുത്തപക്ഷം അങ്ങേ അറ്റത്തെത്തിക്കഴിഞ്ഞു, എന്നാലും അനുകൂലമാക്കി നിങ്ങൾ എടുക്കാം. ഇത് കലിയുഗമാണ്. നല്ല സമയത്ത്, ശുഭസമയത്ത് കാര്യങ്ങൾ ചെയ്യുക. വ്യാഴാഴ്ച 1-ാം തീയതി കാലത്ത് 9:15 മുതൽ 10:15 വരെ മാത്രമേ സമയമുള്ളൂ മകയിരം നക്ഷത്രം. പിന്നെ തിരുവാതിരയാണ്. 2-ാം തീയതി വെള്ളിയാഴ്ച കാലത്ത് മുഴുവൻ തിരുവാതിരയാണ്, ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെ പുണർദം വളരെ അനുകൂലമായ നക്ഷത്രമാകുന്നു. പിന്നെ മറ്റ് അനുകൂലമായ ദിനങ്ങൾ 5-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 3:30 മുതൽ മകൻ നക്ഷത്രവും 6-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി വരെ മകം നക്ഷത്രവുമാകുന്നു. ചൊവ്വാഴ്ച ശ്രദ്ധിക്കുക. രാഹുകാലം ഉച്ചയ്ക്ക് 3:17 മുതൽ 4:47 വരെയുള്ള സമയമാണ്. ആ സമയത്തൊരു ശുഭകാര്യവും നാം ചെയ്യാൻ പാടില്ല. 7-ാം തീയതി ബുധനാഴ്ച പൂരം നക്ഷത്രം, ഒരു ശുഭകാര്യങ്ങളും നാം ചെയ്യില്ല. ഇവിടെ ഏറ്റവും അധികം മീനൻ രാശിക്കാർ പിതൃകർമ്മം ചെയ്തേ മതിയാവുകയുള്ളൂ. അമാവാസി 4-ാം തീയതി ആണെങ്കിലും പിതൃകർമ്മം ചെയ്യേണ്ടത് 3-ാം തീയതി ചതുർദശിയിലാണ്. അന്ന് കാലത്ത് 7 മണി മുതൽ നമുക്ക് പിതൃകർമ്മങ്ങളൊക്കെ ചെയ്ത് പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി വരുത്തുക. ഇന്ന് ഭാഗ്യസ്ഥാനത്ത് മീനൻ രാശിക്കാർക്ക് അവരുടെ അധിപനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് തപസ്യാവുക. മത്സ്യമാംസങ്ങളൊക്കെ വർജിച്ചുകൊണ്ട് പിതൃകർമ്മത്തിന് തയ്യാറാവുക. വളരെ അനുകൂലമായ ഒരവസ്ഥ സംജാതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട മകരം, കുംഭം, മീനം രാശിക്കാർക്ക് ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.